കലാസ്നേഹികളെ, ഇവിടെ കുറച്ച് സിനിമാ താരങ്ങളും സിനിമാ നടിമാരെല്ലാം എത്തിയിട്ടുണ്ട്. അവര് നമുക്ക് ഓരോരുത്തരായി ഈ സ്റ്റേജിലേക്ക് വിളിക്കാം. ആദ്യമായി വരുന്നത് ഒരു മന്ത്രിയാണ്. നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഈ സ്റ്റേജിലേക്ക് വരും. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ സ്കൂളിൽ വരാനും ഇവിടെ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അടുത്തതായി വരുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടിയോട് ക്ഷണിക്കാം. ഇവിടെ എനിക്ക് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിവേഗം പകുതൂരും അതാണ് എന്റെ പോളിസി. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി ഇവിടെ വരുന്നത് നമ്മുടെ പ്രതിരോധ മന്ത്രി ആന്റണി ചേട്ടനാണ്. ആന്റണി ചേട്ടൻ, പറയുകയാണെങ്കിൽ കേരളത്തിലേക്ക് വരാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. കൊണ്ട് എനിക്ക് പൊറുതി കിട്ടി അലിഞ്ഞ് എന്റെ ശബ്ദം എടുത്ത് എല്ലാം നാറ്റ് ഓടുക. കതിരാവിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താ നോക്കിയത്? തെറ്റിയെടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് ഞാൻ എല്ലാവരോടും നമസ്കാരം. ഇതോടുകൂടി ഇവിടെ മന്ത്രിമാരെല്ലാം വന്നുപോയി. അടുത്തതായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് കുറച്ച് സിനിമാ താരങ്ങളാണ്. ആദ്യമായി ഞാൻ ഇവിടെ ക്ഷണിക്കുന്നത് മലയാള സിനിമയിലെ ഇന്നത്തെ കോമഡി താരമായി കൊണ്ടിരിക്കുന്ന ശ്രീ മാളാരവിന്ദൻ. മാളാരവിന്ദൻ, കം ഓൺ ദി സ്റ്റേജ്. അയ്യോ, ഞാനിവിടെ നോക്കുമ്പോ ഇവിടെ ഒറ്റ പറയാ ഇങ്ങോട്ട് പോവാൻ, അവിടെ വന്നപ്പോ പറയാ ഇങ്ങോട്ട് വരാൻ. സത്യത്തിൽ ഞാൻ എങ്ങോട്ട് പോട്ടെ പോട്ടെ അല്ല വരട്ടെ. അയ്യോ. അടുത്തതായി സ്റ്റേജിലേക്ക് വരുന്നത് മലയാളത്തിലെ നിത്യകാരി നായകൻ ശ്രീ പ്രേം നസീറാണ്. പ്രേം നസീർ, കം ഓൺ ദി സ്റ്റേജ്. ഇവിടെ കൂടിയിരിക്കുന്ന മാന്യ മഹാജനങ്ങൾ, എനിക്കിവിടെ വരാൻ കഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഡയലോഗ് പറച്ചിൽ മത്സരമായി തിരിച്ച് ഞാനൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോകാം. ഒരു പക്ഷേ നിന്റെ യാങ്ങളെ പറഞ്ഞത് എനിക്ക് വിവരമില്ലെന്നാണ്. എന്റെ ക്വാളിഫിക്കേഷനുമായി നാളെ ഞാൻ ബാമ്പയ്ക്ക് പോകും. തിരിച്ചു വന്നാൽ നിന്റെ കെട്ടിയിൽ ഞാൻ താലി കളിക്കും. നിന്റെ താലിയിൽ ഞാൻ കഴുത്ത് വെക്കും. സാറി, നിന്റെ കഴുത്തിൽ ഞാൻ താലി വെക്കും. പിന്നെ ജയഭാരതിക്കൊക്കെ സുഖം തന്നെയല്ലേ? അടുത്തതോടെ വരുന്നത് വില്ലമേഷങ്ങളിലെ മലയാള സിനിമയിലെത്തി ഇന്ന് കോമഡി താരവുമായി നിർണയിരുന്നിരുന്ന ഈ കൊച്ചിൻ അനുഭയാണ്. കൊച്ചിൻ അനുഭ, കം ഓൺ ദി സ്റ്റേജ്. അടുത്തതായി മലയാള സിനിമയിലെ ഇന്ന് സംവിധാനത്തിലൂടെ മലയാള സിനിമയിലേക്ക് നിർന്നറിഞ്ഞിരിക്കുന്ന ശ്രീ ലാൽ. ലാലിനെ നമുക്ക് ഇതിലേക്ക് ക്ഷണിക്കാം. എനിക്കൊരു പേര് സന്തോഷമുണ്ട്. നീന്റെ ടെക്നീഷ്യൻസ് വിശ്വസിച്ചില്ലേ സംസാരിക്കില്ലാതെ വായ തുറന്ന് അക്ഷരമുണ്ടല്ലാതെ ഞാൻ നോക്കി സംസാരിക്കില്ല. ഇത് ദിവസം അവിടെ ചേർന്നെ കുരങ്ങളെത്തിച്ചെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു പെങ്ങളില്ല. നീ എടുക്കത്തെ ക്ലാമറോടൊപ്പം വന്നു. അടുത്തതായി വരുന്നത് അത്യുമേഷങ്ങളിൽ നിന്ന് പ്രശസ്തനായ ശ്രീ നെടുമുടി വേണു. നെടുമുടി വേണു, കം ഓൺ ദി സ്റ്റേജ്. മനസ്സിലായില്ല. ഭാരതത്തെ കണ്ടപ്പോ കണ്ടില്ല എന്ന് പറഞ്ഞത് സത്യപ്പറഞ്ഞ ചടച്ചിട്ട് മനസ്സിലായില്ല എന്തുണ്ടോ? ധാരാളം പാട്ട് പാടാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, ആരും കണ്ടില്ല, ആരും കേട്ടില്ല. എന്താ ജാഥ കേട്ട്
അടുത്തതായി മലയാള ഫിലിമിലെ മറ്റൊരു താരം ശ്രീ സിദ്ദിഖ്. സിദ്ദിഖ് നമ്മൾക്ക് ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. നിങ്ങളുടെ കോളേജിലേക്ക് അതിനു ശേഷം നിങ്ങൾക്കുള്ള ഹീറോയിസം കാണിക്കുകയും നിങ്ങൾ ഇഗ്നോർ ചെയ്തു. എന്നിട്ടേതോ തമിഴ് കോളേജിലേക്കുള്ള പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിയാതെ നിന്റെ അച്ഛൻ അവനെ വിലപേശി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പന്ന പോലീസുകാരനല്ല ഞാൻ. അടുത്തത് വരുന്നത് മലയാള സിനിമയിലെ മറ്റൊരു താരം ശ്രീ നരേന്ദ്രപ്രസാദ്. നരേന്ദ്രപ്രസാദ്, come on the stage. മധുവും മാംസവും ഒക്കെ നിങ്ങൾക്ക് കുറെ പിള്ളേരില്ലേ, അതിന് നമുക്ക് തെരുവിറക്കണം, നഗരം കാത്തി വെക്കണം. അടുത്തതായി ഇവിടെ വരുന്നത് മലയാള സിനിമയിലെ മറ്റൊരു താരം ശ്രീ ശ്രീനിവാസൻ. ശ്രീനിവാസൻ, come on the stage. കുണക്കൊട്ട കോഴി കുളക്കോഴി പാടവരമ്പത്തെ വച്ചാട്ട് നീ കേട്ടോ ശ്യാമളെ ശ്യാമളെ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? പൂവൻകോഴിയെ ഓടിച്ചിട്ട് മുട്ട അടിപ്പിക്കുന്നു, ചിക്കൻ കറി ഉണ്ടാക്കുന്നു, മട്ട കറി ഉണ്ടാക്കുന്നു. ഇതൊക്കെ നീ സിനിമയിലാ കാണിച്ചിരുന്നെങ്കിൽ നിനക്കൊന്ന് മരുന്ന് പാട് കിട്ടിയേനെ. അമ്മ എന്റെ അച്ഛൻ മരുന്നു. അടുത്തതായി ഇവിടെ വരുന്നത് കോഴിക്കോട്ടുകാരനായ ശ്രീ മാമുക്കോയാണ്. മാമുക്കോയ, അടുത്തതായി ഇവിടെ വരുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപാണ്. ദിലീപ്, ഇവിടെ വരാൻ കഴിഞ്ഞാല് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു ഡയലോഗ് പറയാം. പാട്ടിപ്പെടാത്ത സിനിമയില് ഒരു ഡയലോഗ്. ബാസി, ഇത് നിന്റെ വീടായിരുന്നോടാ? ബാസിക്ക് ഓസിക്ക് താമസിക്ക് ഞാനൊരു വീടന്വേഷിച്ച് നടക്കിരുന്നോടാ? അയാള് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ബസ്സിൽ കയറി പോയതേടാ. നീ കൊടുത്തിട്ടൊരു തമാശ എന്തത്? അടുത്തതായി ഇവിടെ വരുന്നത് മലയാള സിനിമയിലെ കൊച്ചുനടൻ, അതായത് നമ്മുടെ കൊച്ചുബ്രഹ്മൻ. മറ്റേ വണ്ടി വിട്ടോ? വിട്ടില്ലേ? തൊട്ടില്ല. എന്നാ ഞാനങ്ങോട്ട്. അടുത്തതായി ഇരിഞ്ഞാലക്കുടക്കാരനായ ശ്രീ ഇന്നസെന്റിനെ നമുക്ക് ക്ഷണിക്കാം. ഇന്നസെന്റ്, എന്റെ മോട്ടത്തിന് സുസ്ഥിയൊക്കെ എനിക്ക് വലിയ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാന്നോ? ആരാ പറഞ്ഞ്? തെക്കിനിന്റെ പേരെങ്കിൽ ആരാ പറഞ്ഞ്? ആരാ പറഞ്ഞെന്ന്? അടുത്തതായി ഇവിടെ വരുന്നത് MS തൃപ്പൂണിത്തുറയാണ്. MS തൃപ്പൂണിത്തുറ, അടുത്തതോടെ വരുന്നത് ഒരു സംവിധായകനാണ് ശ്രീ ലാൽ ജോസ്. ലാൽ ജോസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. എന്താ കഥയെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാനൊരു സിനിമ നീലത്താമര. നിങ്ങളെല്ലാവരും കാണണം, നല്ല അഭിപ്രായങ്ങൾ പറയണം, പ്രോത്സാഹിപ്പിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. അടുത്തതായി ഇവിടെ വരുന്നത് പഴയകാല നടനായ വില്ലൻ വേഷങ്ങളുടെ പ്രസിദ്ധനായ ശ്രീ ജോസ് പ്രകാശാണ്. ജോസ് പ്രകാശ്, അയ്യോ മിസ്റ്റർ പെരേര, സിംഗപ്പൂരിൽ നിന്നും ഒരപ്പം നിറയെ വജ്രങ്ങളും രത്നങ്ങളും വന്നിരുന്നു. അതെല്ലാം ചെറുത്താൻ തെറ്റിച്ചിട്ടുണ്ടായ ഞാൻ വരുന്നത്. ബൈ എനിക്ക് ഒട്ടും തന്നെ സമയമില്ല. എന്നാ ഞാൻ അങ്ങോട്ട്. അടുത്തായി ഇവിടെ വരുന്നത് തമിഴിലെ ഒരു നടനാണ്. തമിഴ് സിനിമയിലെ ബിനു ചക്രവർത്തിയെ നിങ്ങളെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. ബിനു ചക്രവർത്തി. இந்த தென்காசியில சொல்றாங்க அவார்டு தான் கேட்கணும் அப்படிங்கிறாம. അടുത്തതിനെ കുറിച്ച് നടിമാരെ നമുക്ക് ക്ഷണിക്കാം ഈ വേദിയിലേക്ക്. ആദ്യമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കർ.